ഏതായാലും പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും സഹായ വിമാനങ്ങളും എല്ലാം സൗദി അറേബ്യയിൽ എത്തിയതായി സൗദി മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയായ കിങ് അബ്ദുൽ അസീസ് വ്യോമത്താവളത്തിലാണ് ഈ F-16 അടക്കമുള്ള പാകിസ്ഥാന്റെ വ്യോമസേന എത്തിയിരിക്കുന്നത്. സൗദിയുമായി പാകിസ്ഥാന് നാറ്റോ കരാറുണ്ട്. അതായത് നാറ്റോ പോലെ അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു കരാറുണ്ട്. അതായത് സൗദിയുടെ സുരക്ഷാ പങ്കാളിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ സൗദിയെ സംരക്ഷിക്കേണ്ട ചുമതല പാകിസ്ഥാനാണ്. അങ്ങനെ പാകിസ്ഥാൻ കൂടി ഈ യുദ്ധത്തിലേക്ക് എത്തുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. UAE കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാകിസ്ഥാൻ നൽകിയ പണം ഉടൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞത്. സൗദി അറേബ്യ ആ പണം ഇപ്പോൾ പാകിസ്ഥാൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സൗദി പാകിസ്ഥാനിൽ നിലയുറപ്പിക്കുമ്പോൾ ഇനി പാകിസ്ഥാനിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും മടിച്ചാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയുടെ പക്ഷത്തേക്ക് ആയുധങ്ങളും സൈന്യവും യുദ്ധവിമാനങ്ങളും ഒക്കെയായി നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ പറഞ്ഞിരുന്നു പാകിസ്ഥാനെ നമ്പാൻ കൊള്ളുന്ന ഒരു രാഷ്ട്രമല്ല, അവര് ഇടനില നിൽക്കുന്ന ഒരു അപഹാസ്യരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഒരു പേരിന് വേണ്ടി പാകിസ്ഥാൻ ആളുകളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ വെച്ച് ഈ ഒരു സമാധാന കരാറിന്റെ ഇടനിലക്കാരനായിട്ട് വർത്തിക്കുകയും അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ സൗദിയിലേക്ക് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും അയച്ചുകൊണ്ട് ഇറാന് എതിരെയുള്ള പടയൊരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒപ്പം സൗദി അറേബ്യയുടെ ഒപ്പം പാകിസ്ഥാനും അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്.